എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാനത്തെ ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ ഡേറ്റ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 25-ാം തീയതി, അതായത് നാളെ മുതൽ ധനസഹായത്തിന്റെ വിതരണം ആരംഭിക്കുകയാണ്. 2000 രൂപ വരെയാണ് നമുക്ക് ധനസഹായം ലഭിക്കുന്നത്. 2000 രൂപ വരെ എന്ന് പറയുന്നതിന് പ്രത്യേകം കാരണമുണ്ട്. കാരണം 8 ലക്ഷത്തിന് മുകളിൽ ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര വിഹിതം കുറഞ്ഞായിരിക്കും ആദ്യഘട്ടത്തിൽ ലഭിക്കുന്നത്. അതായത് 1500 രൂപ ലഭിക്കുന്നവരുണ്ട്, 1700 രൂപ ലഭിക്കുന്നതുണ്ട്, അതോടൊപ്പം തന്നെ 1800 രൂപ ലഭിക്കുന്നവരുണ്ട്. അവർക്ക് 2000 മുതൽ 500 വരെയാണ് കേന്ദ്ര സഹായമാണ്, അത് പിന്നീട് ലഭിക്കുന്നതാണ്. പക്ഷേ ആ തുകയ്ക്ക്, അതായത് ഈ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഉൾപ്പെടെയുള്ളവ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാർ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ് ആ ഒരു തുക വിതരണം ചെയ്യുന്നത്. അത് നമ്മുടെ ആധാറുമായിട്ട് സീഡ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും തുക ക്രെഡിറ്റ് ആകുന്നത്. അപ്പോൾ 2000 രൂപയുടെ വിതരണം മുൻപ് തന്നെ സർക്കാർ അറിയിച്ചിരുന്നതാണ്. വിതരണം നേരത്തെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ 25-ാം തീയതിയുടെ വിതരണം ആരംഭിച്ച് അടുത്ത ആഴ്ചയുടെ വിതരണം ആരംഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണം നടത്തിയിട്ടുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ബുധനാഴ്ച വിതരണം ആരംഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നുവെങ്കിലും എല്ലാവർക്കും തന്നെ അന്ന് തന്നെ ഇത് കൈകളിലേക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാകണമെന്നില്ല. വിവിധ മേഖലകളിലേക്ക് സഹകരണ ബാങ്കിൽ നിന്നും ഉദ്യോഗസ്ഥരൊക്കെ വിതരണം, അതായത് കൈകളിലേക്ക് തുക എത്തിക്കാനൊക്കെ ചിലപ്പോൾ താമസം നേരിടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള പല കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരാഴ്ചയൊക്കെ സമയം അനുവദിച്ചിരിക്കുന്നതാണ്. അത് ഗുണഭോക്താക്കൾ എല്ലാവരും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. ഇനി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളാണ് ബുധനാഴ്ച മുതൽ തന്നെ വിതരണം ഇനിഷ്യേറ്റ് ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. 2000 രൂപ വരെ, അതായത് APL റേഷൻ കാർഡ് ഒക്കെ ആണ് എങ്കിൽ മറ്റ് തടസ്സങ്ങളില്ല. നമുക്ക് മുടങ്ങാതെ 2000 രൂപ വീതമുള്ള സഹായമൊക്കെയാണ് എത്തിച്ചേരുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ലഭിക്കുന്ന മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ കാർഡ് ഉള്ളവർ, BPL AY റേഷൻ കാർഡ് ഉള്ളവർക്കാണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം പ്രത്യേകമായിട്ട് വിതരണം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് തുകയിൽ കുറച്ച് കുറവ് അനുഭവപ്പെടുന്നത്. സംസ്ഥാന വിഹിതവും കേന്ദ്ര വിഹിതവും പ്രത്യേകമായിട്ടായിരിക്കും അക്കൗണ്ടുകളിൽ ലഭ്യമാകുന്നത്. ഇനി അത് മാത്രമല്ല, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 2 ഗഡു കുടിശ്ശികയുടെ വിതരണം ഉണ്ടാകുമെന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. 3200 വരെ അങ്ങനെയുള്ളവർക്ക് ഈ ദിവസങ്ങളിൽ ലഭിക്കുമെന്നുള്ള അറിയിപ്പുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടി നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിലും നിരവധി മാസങ്ങളിൽ 15-നടുത്ത മാസങ്ങളിലെ കുടിശ്ശിക പിന്നിട്ടും ശേഷിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അത് തവണകളായിട്ടായിരിക്കും സർക്കാർ നൽകുന്നത്. എന്നാൽ മുൻപ് സർക്കാർ അറിയിച്ചിരുന്നത് ഈ ഒരു തുകയുടെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം വായ്പ എടുക്കണമെന്നായിരുന്നു. പക്ഷേ അത്തരം നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും 2 ഗഡു ഈ ഒരു സമയത്ത് ലഭിക്കുന്നത് ഒരു സഹായം തന്നെയാണ്. ഈ ഒരു പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ഈ ഒരു അറിയിപ്പ് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.